എല്ലാ പ്രശ്നങ്ങളും നമുക്ക് യുക്തിപരമായ രീതിയിൽ പരിഹരിക്കാൻ കഴിയും. നമുക്ക് നോക്കാം. ഇങ്ങനെ എനിക്ക് ചിന്തിക്കാൻ തോന്നിയത് ഈ അടുത്തിടയ്ക്ക് വായിച്ചൊരു പുസ്തകമാണ്. KR Miller എഴുതിയ ഖബർ എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകം വായിച്ചപ്പോൾ തോന്നിയ ഒരു ആശയമാണ് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് ആശയങ്ങൾ ഈ പുസ്തകത്തിലുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു ആശയം ഈ യുക്തിപരമായ രീതിയിൽ ചിന്തിക്കുകയും അതിനെ ബേസ് ചെയ്ത് നമ്മുടെ ചുറ്റുമുണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ടാവുന്ന വിഷയങ്ങളെ നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെപ്പറ്റി ഒന്ന് പ്രതിപാദിച്ച് ഈ പുസ്തകം പോകുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ വിഷയങ്ങൾ നമുക്ക് യുക്തിപരമായ രീതിയിൽ പരിഹരിക്കാൻ സാധിക്കും. ഞാൻ ചിന്തിക്കുമ്പോൾ ഉദാഹരണമായി ഇപ്പോൾ ഒരു അക്കൗണ്ട്സിനകത്തുണ്ടാകുന്ന ഒരു പ്രശ്നം, നമ്പേഴ്സ്, നമുക്കത് യുക്തിപരമായി നമുക്ക് കണക്ക് കൂട്ടി തീരുമാനിച്ച് നമുക്ക് പറയാം ശരിയോ തെറ്റോ, അതിലൊരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരാം, നമുക്കത് പരിഹരിക്കുകയും ചെയ്യാം. അതിന് സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്നാൽ അതുപോലെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല. യുക്തിക്ക് അതീതമായി അല്ലെങ്കിൽ യുക്തിയുടെ പരിമിതിയുടെ അപ്പുറത്ത് ഒരു ലോകമുണ്ട്. ആ ലോകത്ത് വളരെ രസകരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും ഉള്ളത് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗം ഈ പുസ്തകത്തിലുണ്ട്. വളരെ രസകരമാണ് വായിക്കുമ്പോൾ ഒരു വൈരുദ്ധ്യം തോന്നുമെങ്കിലും കൺഫ്യൂഷൻ നമുക്ക് തോന്നുമെങ്കിലും പിന്നീട് നമുക്ക് മനസ്സിലാവും ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറായ ഭാവന എന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ്. ആരാണ് ഭാവന? ഭാവന എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ജഡ്ജാണ്. അഡീഷണൽ ജഡ്ജ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, എല്ലാ കാര്യങ്ങളും നീതിന്യായ വ്യവസ്ഥയ്ക്ക് ലോജിക്കിനെ അടിസ്ഥാനപരമായ രീതിയിൽ അതിൻ്റെ അനാലിസിസ് ചെയ്ത് അസസ് ചെയ്ത് ഒരു തീരുമാനം എടുക്കുന്ന വ്യക്തി ആയിരിക്കണമല്ലോ. ആണ് ആ വ്യക്തിയുടെ യാഥാർത്ഥ്യ ലോകം വളരെ വളരെ പ്രശ്നങ്ങൾ കൂടിയൊക്കെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ആ പ്രശ്നങ്ങളുടെ ആഴം ആ വ്യക്തി മനസ്സിലാക്കുന്നത് ഒരു കേസ് അതിൻ്റെ വിധി നടപ്പാക്കിയതിന് ശേഷം ഈ ഭാവന എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സംശയം തോന്നുകയാണ്, ശരിയായോ അതോ പാളിപ്പോയോ എന്ന്. ആ തോന്നുന്നിടത്ത് ഇതിലെ വാദിയായ കാക്കശ്ശേരി തങ്ങൾ എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ആ വ്യക്തി കാരണം യുക്തിക്ക് അപ്പുറമുള്ള ഒരു ലോകത്തിലേക്ക് അല്ലെങ്കിൽ ഭാവനയുടെ ലോകത്തിലേക്ക് ഭാവന കടന്നു ചെല്ലുകയാണ്. അത് വളരെ രസകരമായ കാര്യമാണ്. അവിടെ വെച്ച് ഭാവനയുടെ പാസ്റ്റ് കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. നടന്നതും കേട്ട കഥകളും അതിൽ കൂടി ഒരു സഞ്ചാരമുണ്ട്. അത് വായിക്കാൻ നല്ല രസകരമാണ്. അതിൽ ആ ഭാഗത്തിൽ കൂടി കടന്നുപോയി ഒരു പോയിന്റിലെത്തുമ്പോൾ ഭാവനയ്ക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട് യാഥാർത്ഥ്യത്തിന്റെ ലോകത്തിൽ ഭാവന സന്തോഷവതിയല്ല. എന്നാൽ അപ്പോൾ തന്നെ വായിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഭാവനയ്ക്ക് ഈ ലോകത്തിൽ എന്ന് പറയാൻ യുക്തിക്ക് അപ്പുറമുള്ള ലോകത്തിൽ, ഈ ഭാവനയുടെ ലോകത്തിൽ അവൾ സന്തോഷവതിയാണ്. ആ ക്യാരക്ടർ സന്തോഷവതിയാണ്. അവിടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി കഴിഞ്ഞു ആ ലോകത്ത്. അത് വളരെ രസകരമായ രീതിയിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ വായിക്കുമ്പോൾ എനിക്ക് അത് വളരെ രസകരമായെന്ന് തോന്നിയില്ല. ഇത് വായിച്ച് കംപ്ലീറ്റ് ചെയ്തപ്പോഴും കുറെ കൺഫ്യൂഷൻസും കാര്യമൊക്കെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ആ കൺഫ്യൂഷനാണ് എന്നെ ഇങ്ങനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. എല്ലാ കാര്യങ്ങളും നമുക്ക് യുക്തിപരമായി ചിന്തിച്ച് അല്ലെങ്കിൽ ഒരു ലോജിക്കിന്റെ ബേസിൽ എല്ലാ പ്രോബ്ലത്തിൻ്റെയും സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കാലങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ ഉണ്ടായ ഒരു
രണ്ടുപേരുണ്ടായ ഒരു സൗഹൃദത്തിനകത്തുണ്ടായ ഒരു പ്രശ്നം കാരണം ഉണ്ടായ ഒരു വേദന. അത് എത്ര ലോജിക്കിനെ ബേസ് ചെയ്ത് നമ്മൾ അസസ് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലും അത് നടക്കില്ല. പല കാരണങ്ങൾ കാരണം. ആ മുറിവ് സമയമെടുത്ത് നമ്മുടെ ബാഹ്യ ശരീരത്തിലുണ്ടായ ഒരു മുറിവ് സമയമെടുത്തും ഹീലാവുന്നത് പോലെ, സുഖപ്പെടുന്നത് പോലെ ഇതിന് സമയം കൊടുത്ത് അതിനെ അതിനെ അഡ്രസ്സ് ചെയ്ത് അതിനെ സോൾവ് ചെയ്തില്ലെങ്കിൽ ആ മുറിവ് അത് എന്നേക്കുമായി ആ മുറിവായിട്ട് അവിടെ ഇരിക്കും. അത് നമുക്ക് ഏത് ലോജിക് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും? എനിക്ക് പറയാനുള്ള ആശയം അതാണ്. എല്ലാ പ്രോബ്ലംസും നമ്മൾ ഫേസ് ചെയ്യുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളും ഈ ലോകത്ത് നടക്കുന്നതെല്ലാം ഒരു ലോജിക്കിനെ ബേസ് ചെയ്താണ്. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഒരു ലോജിക്കിനെ ബേസ് ചെയ്താണ് പറയുന്നത്. ആ ലോജിക്കിനെ ബേസ് നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ എല്ലാം നമുക്ക് ലോജിക്കലി സോൾവ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട്, യുക്തിപരമായി സോൾവ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ പല പ്രശ്നങ്ങളിലും ചെന്ന് ചേരും. ഈ പുസ്തകത്തിൽ ഇത് മാത്രമല്ല പറയുന്നത്. ഈ പുസ്തകത്തിന്റെ എനിക്ക് തോന്നിയൊരു ആശയമാണ് ഞാൻ പറയുന്നത്. ഈ പുസ്തകത്തിൽ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങൾ, ചുറ്റുപാടിന്റെ പ്രശ്നങ്ങൾ, മതപരമായുള്ള പ്രശ്നങ്ങൾ, വളരെ സിംബോളിക്കായിട്ട് പല ആഴത്തിലുള്ള ആശയങ്ങൾ ഈ വെറും 75 പേജ് 80 പേജിനകത്തുള്ള ഒരു ചെറിയ കഥയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ടെക്നിക്കൽ വശം എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസകരമായ രീതിയിലാണ് പുസ്തകം. ഞാനിവിടെ ശ്രമിക്കുന്നത് ആ യുക്തിക്ക് അപ്പുറത്തുള്ള ഭാവനയുടെയും ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ. ഭാവനയുടെ ലോകത്തിൽ പോയിട്ട് നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നെങ്കിൽ അതിൽ എന്താണ് പ്രശ്നം? നമുക്ക് അവിടെ ആയിരിക്കാം. എല്ലാ കാര്യങ്ങളും ഭാവനയുടെ ലോകത്തിൽ നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ ക്യാരക്ടറിന്റെ പേര് തന്നെ ഭാവന എന്നാണ്. ഭാവന ജീവിക്കുന്നത് യാഥാർത്ഥ്യത്തിന്റെ ലോകത്ത് ഒരുപാട് പിരിമുറുക്കങ്ങളോടെയും ഒരുപാട് പ്രശ്നങ്ങളോടെയാണ് ജീവിക്കുന്നത്. ആ ഭാവനയുടെ ലോകത്ത് ചെല്ലുന്നിടത്താണ് ഒന്ന് സന്തോഷം അനുഭവിക്കുന്നത്. ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് വിട്ടുനിന്ന് കാര്യങ്ങളെ ഒന്ന് കാണുന്നത്. അപ്പൊന്ന് തിരിച്ചു വന്നിട്ട് ഭാവന എങ്ങനെ ജീവിക്കുമെന്നൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. വായിച്ചവർക്ക് കമന്റ് ചെയ്യാം, വായിക്കാത്തവരോട് വായിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. താങ്ക് യു.